ലോകം. ആരും മുകളിലുമില്ല, ആരും താഴെയുമില്ല, എവറിബഡി ഈക്വൽ. ഞാൻ LLB ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പുസ്തകം വായിച്ചു. അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നെ ഒത്തിരി സ്വാധീനിച്ചതാകും. ഇത് രണ്ടും കൂടെ ഏതാണ്ട് ഒരേ വാക്ക്. We the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens all justice, social, economic, and political, liberty of thought, belief, faith, worship, and expression, equality of status and opportunity, and to promote among them all, what is it? Fraternity, assuring the dignity of the individual and unity and integrity of the nation in our Constituent Assembly this 26th day of November 1949 adopt and give to ourselves this Constitution. ഈ സ്വപ്നവും ഈ വാഗ്ദാനവും അർത്ഥവത്താക്കുക എന്നാണ് അന്ന് എനിക്ക് തോന്നിയത്. എനിക്കാകെ ഇതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ത്യാഗമായിട്ടല്ല, എന്തോ തേടി പിടിക്കാൻ നടക്കുമ്പോൾ അതിൻ്റെ പുറകെ ഓടുമ്പോൾ അവിടെ ത്യാഗമൊന്നുമില്ല. ഇറ്റ്സ് എ പാഷൻ, ഇറ്റ്സ് എ ചാലഞ്ച്, ഇറ്റ്സ് എ ഹാപ്പി ജേർണി. അവിടെ വേദനകളൊന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആവേശമുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട. ഞാൻ 18 ദിവസം നിരാഹാരം കിടന്നെങ്കിൽ ഇവിടെ ആരോ പറഞ്ഞ് എനിക്ക് എൻ്റെ ആദിവാസികളാണ് പ്രാധാന്യം ആയിരുന്നു. ഇനി അതൊക്കെ നിർത്തിയിട്ട് ഞാൻ അവർക്ക് വേണ്ടി